KSRTC ഓൺലൈൻ റിസർവേഷൻ കൗണ്ടറുകൾക്ക് പൂട്ടുവീഴുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ഓൺലൈൻ റിസർവേഷൻ കൗണ്ടറുകളും പൂട്ടാനാണ് തീരുമാനം. റിസർവേഷൻ ഇനി മുതൽ അക്ഷയ സെന്ററുകൾ വഴിയായിരിക്കും. സംസ്ഥാനത്ത് ആകെയുള്ളത് 40 ഓൺലൈൻ റിസർവേഷൻ കൗണ്ടറുകളാണ്. ഇതിൽ 26 എണ്ണം മുന്നറിയിപ്പില്ലാതെ നേരത്തെ പൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാക്കി കൗണ്ടറുകൾ കൂടി പൂട്ടാൻ KSRTC തയ്യാറെടുക്കുന്നത്. സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണ് KSRTCയുടെ നീക്കമെന്നാണ് ആരോപണം. ടിക്കറ്റ് റിസർവേഷന് വേണ്ടി കൂടുതൽ മൊബൈൽ ആപ്പുകൾ പുറത്തിറക്കുമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. സാധാരണ റിസർവേഷൻ കൗണ്ടറുകളെ ആശ്രയിക്കുന്നവർക്കായി അക്ഷയ കേന്ദ്രങ്ങളിൽ സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആദ്യം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് പറയാനുള്ളത് കേൾക്കാം. എല്ലാം പൂട്ടി. ഇനി മൊത്തം അടച്ചിട്ട് എല്ലാം ഓൺലൈനാക്കും. ലൈവാണ്. നിങ്ങളുടെ എല്ലാ മൊബൈൽ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആപ്പുകൾ വഴി കയറി ബുക്ക് ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വരെ ഇനി ബുക്ക് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റം വരും. അതൊക്കെ വെറുതെ പറയുന്നില്ല. അങ്ങനെ പ്രൈവറ്റ് ബസ്സുകാരെ ഇവിടെ ശത്രുക്കളൊന്നുമല്ലല്ലോ. പ്രൈവറ്റ് ബസ്സുകാരെ ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ബസ് KSRTC നമ്മുടെ സർക്കാർ ഈ ബഡ്ജറ്റിൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ടാക്സ് കുറച്ച് കൊടുത്തു. എന്തിനെന്നാൽ മാക്സിമം പ്രൈവറ്റ് ബസ്സുകൾ വരണം. കുറച്ചുകൂടി പ്രൈവറ്റ് ബസ്സുകൾ വരണം. KSRTC ഓടാത്ത മേഖലകളിൽ പ്രൈവറ്റ് ബസ് വരണം. 503 റൂട്ടുകൾ പ്രൈവറ്റ് ബസ്സിന് വേണ്ടി ഇപ്പം നമ്മൾ നോട്ടിഫൈ ചെയ്യാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് ബസ്സുകൾ വരണം. അതിൻ്റെ നികുതി വേണം. അതിൽ തൊഴിൽ കിട്ടണം. എല്ലാം വേണം. ജനങ്ങൾക്ക് വണ്ടി കിട്ടണം. അതിനകത്ത് ഈ ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. എനിക്ക് പ്രൈവറ്റ് ബസ്സിൽ ഞാൻ ഒരാളെയും സഹായിക്കുന്ന ആളല്ല, അങ്ങനെ വഴിവിട്ട് സഹായിക്കുന്ന ആളല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് ആരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമല്ല. ഈ പൂട്ട് വീഴുന്നത് അത് ആരുടെയൊക്കെ വയറ്റത്തടിക്കും, അതാണ് നമുക്ക് അറിയേണ്ടത്. അശ്വിൻ ഡിയാഗോ, സിനോജ് തോമസ്, ശരത് SS, സന്ദീപ് രാജാക്കാട് എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. തത്സമയം നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. അശ്വിൻ ഡിയാഗോ, മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ആദ്യം പൂട്ടിട്ടപ്പോഴേ നമ്മൾ ഈ പൂട്ടിടുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോൾ മൊത്തത്തിൽ പൂട്ടുകയാണ്. അത് ആർക്കാണ് ലാഭമുണ്ടാക്കുക? ഈ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള ബുക്കിംഗ്, അതല്ലെങ്കിൽ ആപ്പ് വഴിയുള്ള ബുക്കിംഗ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് അത് എത്രത്തോളം ഈ രീതിയിൽ മാറാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയല്ലേ അശ്വിൻ? തിരുവനന്തപുരത്ത് എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുക? സുജി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ ഒരു കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് KSRTCക്ക് നഷ്ടമില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ഇതുപോലുള്ള ഈ ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറുകളിൽ ആളുകൾ, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഞാനുള്ളത് തമ്പാനൂരിന്റെ പ്രധാനപ്പെട്ട തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ്. ആളുകൾ ഇവിടെ എത്തിയാണ് പലരും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്, റിസർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കൗണ്ടറുകളാണ് ഇപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കാൻ KSRTC തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ 26ഓളം കൗണ്ടറുകൾ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ പൂട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗതാഗത മന്ത്രി തന്നെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള മുഴുവൻ കൗണ്ടറുകളും പൂട്ടുകയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് കേരളത്തിൽ 40ഓളം കൗണ്ടറുകളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ 40 കൗണ്ടറുകളും പൂട്ടുവീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് KSRTCക്ക് നഷ്ടമില്ല എന്നുള്ളതാണ്. കാരണം TNC വിഭാഗത്തിലെ ജീവനക്കാരും അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ജീവനക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡീഷണൽ എംപ്ലോയർ ചാർജ് അതൊന്നും വരുന്നില്ല. അവർക്ക് സാലറി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രത്യേകിച്ച് കെട്ടിടങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഒരു സൈഡിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്തിനാണ് ഇത് പൂട്ടുന്നത് എന്നുള്ള ചോദ്യത്തിന് മന്ത്രിയുടെ ഉത്തരം 500-ൽ താഴെ മാത്രമാണ് ബുക്കിംഗുകൾ പ്രതിമാസം നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പൂട്ടുന്നത്. അത് മറ്റ് സംവിധാനങ്ങൾക്ക് അതിന് ഒരുക്കും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി സാധാരണ ആളുകൾക്ക് ഇത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നുള്ളതാണ്. പക്ഷേ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്കറിയാം മറ്റ് സർക്കാർ സംവിധാനങ്ങളിലേക്കുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ്. ആ കൂട്ടത്തിലേക്ക് ഇതുകൂടി എത്തുമ്പോൾ എത്രത്തോളം അത് ആളുകളെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം മണിക്കൂറുകൾ അവിടെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഇവിടെ ഇപ്പോൾ KSRTCയുടെ വിവിധ പാസുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അശ്വിൻ ഡിയാഗോ.